എറണാകുളം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ഏകീകൃത കുർബാന അംഗീകരിക്കുന്ന വിശ്വാസികളുടെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഇന്ന് ചേരാനിരിക്കുന്ന വൈദിക സമിതിക്കെതിരെയും പ്രതിഷേധമുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, എന്താണ് അവിടെ പ്രതിഷേധക്കാർ പറയുന്നത്? പ്രതിഷേധം തുടരുകയാണോ? അനുജ, നമുക്കറിയാവുന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളുടെ പഴക്കമുള്ളതാണ്. ഏതായാലും ഇപ്പോഴത്തെ തർക്കത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിന്റെ കാരണം ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിശ്വാസികളാണ് ഇപ്പോൾ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇന്ന് റിന്യൂവൽ സെന്ററിൽ ചേരുന്ന വൈദിക സമിതിയുണ്ട്. ഈ സമിതി യഥാർത്ഥത്തിൽ കാനൂനിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ഒരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സഭയെ പിളർത്താനുള്ള ഒരു ശ്രമമൊക്കെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. കൂരിയെ പിരിച്ചുവിടാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിശ്വാസികൾ പറയുന്നത്. ഏതായാലും ഇന്നത്തെ വൈദിക സമിതിയുടെ സമാന്തരമായി തന്നെ സഭയുടെ ആസ്ഥാനത്ത് പ്രതിഷേധം നടത്താനാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവരുടെ പ്രതിനിധികളോട് തന്നെ ചോദിക്കാൻ ചേട്ടാ, ഇപ്പോ ഒരു പ്രതിഷേധമാണ്, ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം കൊണ്ട് അർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അതായത് നമ്മളുടെ ഇവിടെ നടക്കുന്നത് സഭയുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇത് നമ്മളുടെ സിനഡ് നമുക്കായിട്ട് നൽകിയതാണ്. നമ്മളുടെ സിറോ മലബാർ സഭ എന്ന ഹൈറാർക്കി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമുള്ള ഒരു സഭയാണ്. ആ സഭയിൽ പിതാക്കന്മാർ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പകർന്നു തന്ന ആ വിശുദ്ധ കുർബാന അർപ്പണം, അത് ഞങ്ങൾ തലമുറകളായി ഞങ്ങളുടെ സഭാ പാരമ്പര്യങ്ങളിലൂടെ ഞങ്ങൾ ആർജിച്ചെടുത്തതാണ്. ഞങ്ങളുടെ വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃക നൽകേണ്ടതും ഈ പിതാക്കന്മാരാണ്. അവര് നൽകിയ ആ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഞങ്ങൾക്ക് ഈ പുതുതലമുറയെ വാർത്തുകൊണ്ടുവരാൻ സാധിക്കും. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്ന് ചേരാനിരിക്കുന്ന വൈദിക സമിതി ചേരുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെതിരായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമിതിക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്നത് റാഫേൽ തട്ടിൽ പിതാവും പാംപ്ലാനി പിതാവും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കൂടി എതിരായിട്ടാണ് ഈ പ്രതിഷേധം? തീർച്ചയായിട്ടും. അതായത് ഈ സിറോ മലബാർ സഭയിൽ നയിക്കുന്ന മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായിട്ടുള്ള ജോസഫ് പാംപ്ലാനിയും വിമത വിഘടനവാദം നടത്തുന്ന വൈദികരോടും അൽമായരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ സഭയെ സിനഡിന് വിരുദ്ധമായിട്ടൊരു ചേരിയിലേക്ക് നയിച്ചു കൊണ്ടുപോയി ഇതിനെ പിളർത്തി ഈ സഭയെ നശിപ്പിക്കുക എന്നുള്ളൊരു അച്ചാരമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നസ്രാണി മക്കൾ, ഞങ്ങൾക്ക് തലമുറകളായി പകർന്നു കിട്ടിയ ഞങ്ങളുടെ ഈ പാരമ്പര്യവും വിശ്വാസവും ഞങ്ങളുടെ തലമുറയിലേക്ക് പകർത്തു കൊണ്ടുപോകേണ്ടത്, ഞങ്ങൾ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏതറ്റം വരെയും ഈ സമരം പോകും. ഇപ്പോൾ ഞങ്ങളെ പേടിച്ച് ഈ പിതാക്കന്മാർ ഇവിടുന്ന് ഇപ്പോൾ ഏതായാലും ഈ പ്രതിഷേധക്കാർ പറയുന്നത് വത്തിക്കാനിലടക്കം തങ്ങൾ ഇന്ന് ചേരുന്ന ഈ വൈദിക സമിതിക്കെതിരായിട്ടുള്ള പരാതികൾ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കോടതികളിൽ പരാതി പോകുന്നുണ്ട്. അപ്പോൾ സഭയെ യാതൊരു തരത്തിലും പിളർത്തുവാൻ വേണ്ടിയുള്ള ഒരു നടപടികൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ചെറുക്കും എന്നാണ് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരുടെ ഇപ്പോൾ അവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ നിന്നും ഈ പ്രതിഷേധം നേരെ പോകുന്നത് ഇനി സഭയുടെ ആസ്ഥാനത്തേക്കാണ്. അവിടെയും ഇന്ന് മുഴുവൻ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനുജ, ശരി. എറണാകുളം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് ഏകീകൃത കുർബാന അംഗീകരിക്കുന്ന വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം. ഇന്ന് ചേരാനുള്ള വൈദിക സമിതിക്കെതിരെയും അവർ പ്രതിഷേധിക്കുന്നുണ്ട്.